നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. FSCTO നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും തൊടുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടി ബോധവൽക്കരണ വാഹന സന്ദേശയാത്ര ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിത് ഉദ്ഘാടനം ചെയ്തു. നവീകരണം പൂർത്തിയാക്കിയ തൊടുപുഴ നഗരസഭാ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. 58 ലക്ഷം രൂപ ചെലവിൽ മുഖം മിനുക്കിയ കാര്യാലയം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പാലത്തിൽ നിന്ന് പുഴയിൽ വീണ് മുങ്ങിയ കാറിലെ യാത്രക്കാരനെ നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷിച്ചു. കഞ്ഞിക്കുഴി സ്വദേശി MJ സാജുവാണ് പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടത്. തൊടുപുഴയിൽ തണൽമരം സ്വകാര്യ കെട്ടിട ഉടമ വെട്ടിനശിപ്പിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ മരണത്തിൽ സമരം ശക്തമാകുന്നു. അധ്യാപിക EP പുഷ്പലത മരിക്കാനിടയായ സംഭവത്തിന് ഉത്തരവാദികളായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റും സീനിയർ സൂപ്രണ്ടിനും എതിരെ കേസെടുക്കാത്തതിലാണ് പ്രതിഷേധം വ്യാപകമാകുന്നത്. സമരത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച FSCTO നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും തൊടുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അധികാര ദുർവിനിയോഗം നടത്തിയ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കുഞ്ചിത്തണ്ണി ഹൈസ്കൂളിലെ പ്രഥമാധ്യാപിക പുഷ്പലതയെ മാനസികമായി പീഡിപ്പിച്ച് മരണത്തിന് എറിഞ്ഞുകൊടുത്ത തുടർന്ന് നടന്ന ധർണ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ മുഴുവൻ പണിയും ചെറ്റത്തരവും കാണിച്ചവന്മാർക്ക് സഹായിക്കാൻ റോയിക്ക പൗലോസ്, കോൺഗ്രസ്, മറ്റോൻ മറിച്ചോൻ എങ്ങനെ ജാതി സംഘടനയും പോകും. അവർക്ക് വേണ്ടി ഇപ്പോൾ ആരാ ശബ്ദിക്കാൻ നമ്മളെ ഉള്ളൂ. അതന്നെ സ്ഥിതി. എന്ത് ഗതികേടാൻ നോക്കി. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നവർ ഇടപെട്ടാണ് സസ്പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതാണ് അല്ലെന്നറിയ എന്താ ഇത് നടക്കില്ലായിരുന്നു. ശുപാർശയൊക്കെ കൊടുത്തിട്ടുണ്ട്, ശരിയായ തന്നെ കൊടുത്തു. പത്രത്തിൽ വാർത്തയെല്ലാം വന്നു, നിങ്ങളും വായിച്ചു, ഞാനും വായിച്ചത്. അതുകൊണ്ട് വളരെ 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 പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് കുഞ്ചിത്തണ്ണി സ്കൂളിൽ ആ ടീച്ചറോട് ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പെരുമാറി. ഇവിടെ DDയുടെ ഉദ്യോഗം നോക്കുന്നൊരു ശ്രീമതിയുണ്ട്, അനില ജോർജ്. എനിക്കവരെ അറിയാവുന്ന. ഞങ്ങൾ ഭരിക്കുമ്പോഴും ഒരു കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പോയി, പിന്നെയും വന്നു. അപ്പം സ്ഥിരം ലാവണമായിട്ട് അവരിവിടെ കൂടിയിരിക്കും. അവർക്കും ഇതിനകത്ത് അധികാരമുണ്ട്, ചെയ്യാൻ അധികാരമില്ലേ? ഉണ്ടല്ലോ. അവരവരുടെ അധികാരം വിനിയോഗിച്ചില്ലല്ലോ. കാരണം കൊള്ളാവുന്നവർ കൈക്ക് പിടിച്ചാൽ വല്ലതും എതിര് പറയാമോ? NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PHM ഇസ്മായിൽ, KSTA ജനറൽ സെക്രട്ടറി K ഹരികൃഷ്ണൻ, KGOA ജില്ലാ സെക്രട്ടറി PP സൂര്യകുമാർ, TM സുബേർ, TG രാജീവ്, VP പുരുഷോത്തമൻ, TM ഹാജറ, PM ഫിറോസ്, PM റഫീഖ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, TR സോമൻ, VV മത്തായി തുടങ്ങിയവർ പ്രസംഗിച്ചു.
വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നിർദ്ദേശാനുസരണം അന്വേഷണം നടത്തിയ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെ കുറ്റക്കാരാക്കി കാണുന്നത് അനുചിതമായ നടപടിയാണെന്ന് സെറ്റോ സംഘടനകൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇടതു സംഘടനകളുടെ രാഷ്ട്രീയ പകപോക്കൽ വിലപ്പോകില്ലെന്നും അവർ പറഞ്ഞു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഈ ദിവസം സ്കൂളിലെത്തിയപ്പോൾ ഇവർക്ക് ലഭിച്ച DD ഓഫീസിൽ ലഭിച്ച പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെടുക മാത്രമല്ല ചെയ്തത്. ഫെബ്രുവരി മാസം ഒരു ദിവസം പോലും ഈ ക്ലർക്ക് സ്കൂളിൽ എത്തിയിട്ടില്ല. അവരുടെ അറ്റൻഡൻസിൽ ലീവ് മാർക്ക് ചെയ്യുകയോ അവിടെ ഒപ്പിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു കൃത്യ വിലോപമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഈ വിവരം ഹെഡ് മിസ്സസിനെ ബോധ്യപ്പെടുത്തുകയും ജോലി ചെയ്തുകൊണ്ട് പഠനം നടത്തിയ കാലയളവിൽ, അതായത് സ്കൂളിൽ വരാതെ പഠിക്കുകയും ഒപ്പം ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം വാങ്ങുകയും ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ ഇവർ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കുകയും ആ തിരിച്ചടച്ച് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരെ അറിയിക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് ഈ ഹെഡ് മിസ്സസിനോട് അന്വേഷണത്തിന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളത്. കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കം ശരിയല്ലെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് ഹെഡ്മിസ്ട്രസിന്റെ അമ്മ നൽകിയ പരാതിയും ഒപ്പും വ്യാജമാണെന്നും NGO യൂണിയൻ നേതാവിന്റെ കൈപ്പടിയിലാണ് ഈ വ്യാജ പരാതി തയ്യാറാക്കി അയച്ചിട്ടുള്ളതെന്നും ഇവർ പറഞ്ഞു. DDE ഓഫീസിലെ ജീവനക്കാർക്ക് ഭയാശങ്ക കൂടാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും സർക്കാരിന് വേണ്ടി കൃത്യനിർവഹണം നടത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കണമെന്നും സസ്പെൻഷൻ പിൻവലിക്കണമെന്നും സെറ്റോ ആവശ്യപ്പെട്ടു. സംഘടനാ നേതാക്കളായ VM ഫിലിപ്പച്ചൻ, റോയി ജോർജ്, ബിജു ജോസഫ്, രാജേഷ് ബേബി, CS ഷമീർ, വിൻസെന്റ് തോമസ്, UN ഷാജി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടത്തുന്ന ജനജാഗ്രതാ യാത്രയുടെ ജില്ലാതല വിളംബര ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, BMS സംസ്ഥാന കമ്മിറ്റി അംഗം സിബി വർഗീസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴ യൂണിയൻ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ ജാഥയ്ക്ക് ആശംസകൾ അർപ്പിച്ചു. പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് കേബിൾ TV വിതരണ ശൃംഖല എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ വീടുകളിലിരുന്ന് TV കാണുന്നത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ വിതരണ ശൃംഖലയിലൂടെയാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അസാധ്യമാക്കും വിധം ഉള്ള നിയന്ത്രണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ ഇന്ത്യയിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ശിവദാസാണ് ജനജാഗ്രതാ യാത്ര നയിക്കുന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി വിവിധ ജില്ലകളിൽ വിളംബര ജാഥകൾ സംഘടിപ്പിക്കുന്നു. വൈദ്യുതി പോസ്റ്റുകൾ അനുവദിച്ചുകൊണ്ട് KSEBയെ സ്വകാര്യ കമ്പനിക്ക് അടിയറ വയ്ക്കാനുള്ള ഗൂഢനീക്കം ഉപേക്ഷിക്കുക, വൈദ്യുതി പോസ്റ്റുകൾക്ക് 5 വർഷത്തെ മുൻകാല വാടക ഈടാക്കാനും ഒന്നിലധികം കമ്പനികൾക്ക് നൽകാനുമുള്ള നീക്കം പിൻവലിക്കുക, IT രംഗവും മാധ്യമ വിതരണ സംവിധാനങ്ങളും കുത്തകകളുടെ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കേബിൾ TV ആവശ്യത്തിനുള്ള വൈദ്യുതി പോസ്റ്റ് വാടക മിതമായ നിരക്കിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തുന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ പോളാണ് ജാഥ ക്യാപ്റ്റൻ. കോഓർഡിനേറ്റർ സിനോജ് K ഫ്രാൻസിസ്, ഗോപകുമാർ, ഷാജിമോൻ, ജോസ് തോമസ്, ജിമ്മി ടോം, പോൾ അഗസ്റ്റിൻ, സാജു മൂലമറ്റം, ജിജി, ജോണി മൂലമറ്റം, പ്രസാദ് കാഞ്ഞാർ, സിജു മുട്ടം എന്നിവർ പ്രസംഗിച്ചു. ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടി ബോധവൽക്കരണ വാഹന സന്ദേശയാത്ര ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ മുനിസിപ്പൽ ചെയർമാൻ AM ഖാലിദ് ഉദ്ഘാടനം നിർവഹിച്ചു. 2020 ഇടുക്കി ജില്ലയെ ക്ഷയരോഗ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന വിഷൻ 2020 പദ്ധതിയുടെ മുന്നോടിയായി ഈ വർഷത്തെ ക്ഷയരോഗ ദിനത്തോട് അനുബന്ധിച്ച് രോഗനിർണയത്തിനായി കഫപരിശോധന, സമ്പൂർണ്ണ ചികിത്സ എന്നിവയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായാണ് ബോധവൽക്കരണ വാഹന സന്ദേശയാത്ര നടത്തുന്നത്. 20 മുതൽ ലോക ക്ഷയരോഗ ദിനമായ മാർച്ച് 24 വരെയാണ് യാത്ര ജില്ലയിൽ പര്യടനം നടത്തുന്നത്. ആരോഗ്യമുള്ള ഒരു ജനതയാണ്. ഇത്തരത്തിൽ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക, ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യാത്ര ഇന്നിവിടെ ആരംഭിക്കുന്നത്. മാർച്ച് 24 ലോക ക്ഷയദിനമായി ആചരിക്കുന്നത് 2020 ഇടുക്കി ജില്ലയിൽ നിന്നും
ക്ഷയരോഗം എന്ന മഹാവിപത്തിനെ നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന മഹത്തായ ലക്ഷ്യം കൂടി ഈ ജാതിക്കുണ്ട്. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ക്ഷയരോഗമുള്ളത് ഇടുക്കി ജില്ലയിലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷയരോഗമുള്ള പ്രദേശം തൊടുപുഴ നഗരസഭയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് വണ്ണപ്പുറം പഞ്ചായത്താണെന്ന് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും ബോധവൽക്കരണ സെമിനാറുകളും ജാഥകളും ഒക്കെ ഇത് എങ്ങനെ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിൽ നടന്ന പരിപാടിയിൽ തൊടുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിൽസൺ മാത്യു വാഹന സന്ദർശയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PJ അലോഷ്യസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ് അധ്യക്ഷത വഹിച്ചു. TB കൺട്രോൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EK ഖയാസ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ MR ഉമാദേവി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശരത് ജി റാവു, ഡോക്ടർ V അനിൽ, ഡോക്ടർ പ്രീത ഫ്രാൻസിസ്, ഡോക്ടർ റെജി ജോസ്, ഡോക്ടർ ലൗലി ജാസ്മിൻ, ഡോക്ടർ K സുദർശൻ, KN വിനോദ്, TC ജയരാജ്, KR രഘു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹിന്ദു ഐക്യവേദി ഇടുക്കി ജില്ലാ സമ്മേളനം 22-ാം തീയതി ഞായറാഴ്ച ചെറുതോണിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 22-ാം തീയതി ഞായറാഴ്ച ചെറുതോണി പോലീസ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടക്കും. ഇടുക്കി ജില്ലയിലെ 53 പഞ്ചായത്തുകളിൽ നിന്നും 2 മുനിസിപ്പാലിറ്റികളിൽ നിന്നുമായിട്ട് 360 പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കും. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ നടക്കും. 10 മണിക്ക് ഉദ്ഘാടന സമ്മേളനം. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ഒരു വർഷക്കാലത്തെ കഴിഞ്ഞ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രവർത്തന റിപ്പോർട്ടുകൾ സംഘടനാ സെക്രട്ടറി KP സജീവൻ അവതരിപ്പിക്കും. അതോടൊപ്പം ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ജില്ലയുടെ ട്രഷറർ KK രവീന്ദ്രൻ നായർ അവതരിപ്പിക്കും. ജില്ലയിലെ 53 പഞ്ചായത്തുകളിൽ നിന്നും 2 മുനിസിപ്പാലിറ്റിയിൽ നിന്നും 360 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഹിന്ദു ഐക്യവേദി ഇടുക്കി ജില്ലാ സമ്മേളനം 22-ന് ഞായറാഴ്ച ചെറുതോണി പോലീസ് അസോസിയേഷൻ ഹാളിൽ നടക്കും. സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ സ്വാമി ദേവചൈതന്യ അധ്യക്ഷത വഹിക്കും. സംഘടനാ സെക്രട്ടറി KP സജീവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ ട്രഷറർ KK രവീന്ദ്രൻ നായർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും. തുടർന്ന് ഈ സമ്മേളന കാലയളവിലെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള പ്രതിനിധികളുടെ അവലോകന ചർച്ചയും നടക്കും. ജില്ലാ പ്രസിഡന്റ് സ്വാമി ദേവചൈതന്യ, KP സജീവൻ, PK രാധാകൃഷ്ണൻ, PM രാമകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള യുക്തിവാദി സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതേതര ദിനം ആചരിച്ചു. മുസ്ലിം ഭീകരവാദികൾ കൈവെട്ടിമാറ്റിയ ന്യൂമാൻ കോളേജ് പ്രൊഫസർ TJ ജോസഫിന്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്ത് 1 വർഷം തികയുന്നതിനോട് അനുബന്ധിച്ച് ജോസഫ് സാറിന് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടാണ് മതേതര ദിനം ആചരിച്ചത്. KYS ജനറൽ സെക്രട്ടറി രാജഗോപാൽ വാഗത്താനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് NK ദിനേശ്, ജെയിംസ് കോലാനി, ജിൻറ്റു, KM സാബു, പോളച്ചൻ പള്ളത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആത്മഹത്യ ചെയ്യേണ്ടി വന്നപ്പോൾ കേരളത്തിന്റെ മനസാക്ഷി അടങ്ങി വിറച്ചുവെങ്കിലും ആ നിമിഷത്തിലും അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് സലോമിയുടെ രക്തം കത്തോലിക്ക സഭയുടെ കൈകളിലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തെരുവോരങ്ങളിൽ പ്രതിഷേധത്തിന്റെ അലേരുകൾ ഉയർത്താൻ കഴിഞ്ഞത് കേരള യുക്തിവാദി സംഘത്തിന് മാത്രമാണ്. അതിനുശേഷം കേരളത്തിലെ നിരവധി വേദികളിലായി ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കേരള യുക്തിവാദി സംഘം പല സമര രംഗത്തിലേക്ക് വന്നുവെങ്കിലും ഇന്ന് 1 വർഷം കൃത്യം പിന്നിടുമ്പോഴും ഇതെല്ലാം മറന്നുപോകുന്ന ഒരവസ്ഥയിലേക്ക് മതഭീകരതയുടെ തെളിവുകൾ നമ്മുടെ മുന്നിൽ അനന്തരമായ തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് മതഭീകരത അഴിഞ്ഞാടുമ്പോഴും മതത്തെ മാന്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ് നമ്മുടെ ഭരണാധികാരികളും പൊതുരാഷ്ട്രീയ പ്രവർത്തകന്മാരെ കാണിക്കുന്നത് എന്നത്